വളരെ നല്ലതാണ്. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്നായിരിക്കാം അല്ലേ? കാരണം ഇപ്പോൾ പൊങ്കാലയെ പങ്കെടുത്തല്ലോ. കേരളത്തിൽ 10-45 ലക്ഷം പേർ പങ്കെടുത്ത കുംഭമേള നടന്നു അല്ലേ? തിരുനാവായയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല, സന്യാസിമാർ പങ്കെടുത്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരു ഉത്സവം എന്ന നിലയിൽ ആഘോഷം, ഒരു ഹൈന്ദവ ആഘോഷം. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനകത്തില്ല. BJP അല്ല പരിപാടി നടത്തിയത്, സംഘപരിവാർ അല്ല, RSS അല്ല നടത്തിയത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി വന്ന് നടത്തിയ കുംഭമേള. ആ കുംഭമേളയ്ക്കൊന്ന് പോകാൻ സതീശന് പറ്റിയോ? ഇവിടുത്തെ ഈ മുസ്ലിങ്ങളുടെ തലേക്കെട്ടുകാർ സംഘത്തിൻ്റെ സമസ്തയുടെ ഒരു ജാഥ നടന്നു, വലിയ സമ്മേളനം നടന്നു. അതിൽ സതീശൻ പോയിരുന്നു, പിണറായി വിജയനും പോയി, ചെന്നിത്തലയും പോയി. അപ്പോൾ രാഷ്ട്രീയ ഹിന്ദുക്കളുടെ പരിപാടികൾക്ക് പങ്കെടുക്കുന്ന ഒരു സ്വഭാവം സതീശനില്ല. എല്ലാവരും പോകും. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു പരിപാടിക്കും പോകത്തില്ല. പൊങ്കാലയ്ക്ക് പോയത് ഇപ്പോൾ ഉണ്ണിമായ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ വർഷവും പൊങ്കാല ഇട്ടു, ഈ വർഷം ഇട്ടു. സഹോദരി വന്ന് ആദ്യമായിട്ടാണ് ആങ്ങളയെ ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ കൻറ്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാറ്റണമെന്ന് ഒരാഗ്രഹമുണ്ട്. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും മതം മാറി മുസ്ലിം ആയാൽ എന്താ കുഴപ്പം, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന സതീശൻ പൊങ്കാലയ്ക്ക് ഇവർ സഹോദരിയും മകളും അടുപ്പ് കൂട്ടുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ഒരു ചിത്രവും കണ്ടു. ഏഷ്യാനെറ്റ് കാണിച്ചു. ഏഷ്യാനെറ്റ് അപ്പോൾ ചോദിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹം, അവർ മുഖ്യമന്ത്രിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അടുത്ത വർഷം ക്ലിഫ് ഹൗസിൽ വന്നിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത്, ഇതൊക്കെ ചോദിക്കും. ക്ലിഫ് ഹൗസിലാണെങ്കിൽ ഇടത്തില്ല സതീശൻ, ഇല്ല. കാരണം നമ്മുടെ ഈ കാസർഗോഡ് MP ഉണ്ണിത്താൻ അല്ലേ, രാജ്മോഹൻ നെറ്റ് മുഴുവൻ 1.5 കിലോ ചന്ദനം നടക്കുന്ന ആളായിരുന്നു. ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഒക്കെ തേച്ചുകൊണ്ട് നടക്കുന്ന, അത് ഒരു 1.5 കിലോ ആണ് വരുന്നത്, വാരിപ്പൂശുമായിരുന്നു. അങ്ങനെയുള്ള ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കാൻ ചെന്നതിന് ശേഷം കുറിയില്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഞാൻ ഉച്ചിയിലാണ് കുറി ഇടുന്നത്.